3 മുന്നണി സ്ഥാനാർത്ഥികൾ. വോട്ടെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ ഓടി നടന്ന് വോട്ട് പിടിക്കുകയാണ് UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ. ഈ ഓട്ടം നിയമസഭയിലെ അവസാനിക്കുകയുള്ളൂ എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത്. എന്തോട്ടോ രാഹുൽ ഇത് പരമാവധി ആളുകളുടെ ഹൃദയത്തിലേക്ക് ഓടിക്കയറാനുള്ള ശ്രമമാണ്. ഇവിടെ തുടങ്ങി എവിടെ എത്തിയ ഈ ഓട്ടം തിരുവനന്തപുരത്തെത്തും, നിയമസഭയിലേക്ക് എത്തും. വീടിനുള്ളിൽ കയറി ആളുകളെ കാണുകയാണ്. അത്തരത്തിൽ എല്ലാ ആളുകളെയും രാഹുൽ പറഞ്ഞതുപോലെ പരമാവധി ആളുകളെ നേരിൽ കാണാനുള്ള ശ്രമത്തിലാണ്. ഇവിടെ കുറച്ച് ഓട്ടമൊക്കെ വേണ്ടിവരുമെന്ന് ആദ്യം മുതൽ ഇത് തന്നെയാണ്. വലിയ വേഗത്തിൽ സ്ഥാനാർത്ഥികൾ ജനങ്ങളിലേക്ക് ഓടുകയാണ്. 5 അക്ക ഭൂരിപക്ഷമാണ് ഷാഫി പറമ്പിൽ ഇന്നലെ പറഞ്ഞത്. ഞാനൊരു സ്ഥാനാർത്ഥി ആയതുകൊണ്ട് അക്കത്തിലേക്കും ഭൂരിപക്ഷത്തിലേക്കും കിടക്കുന്നില്ല. എന്തായാലും വളരെ നല്ല ഭൂരിപക്ഷം ഉണ്ടാവും. സത്യത്തിൽ നിശബ്ദ പ്രചരണത്തെ പറ്റിയൊക്കെ നമ്മൾ ഒന്നുകൂടെ റിവൈസ് ചെയ്യുന്ന കാലമായി. കാരണം ഇപ്പൊ അത് പ്രസക്തമല്ല. ഇപ്പൊ നിങ്ങളിലൂടെയും കണ്ടോണ്ടിരിക്കുകയല്ലേ ആളുകൾ, എത്രയോ ആളുകളെ കാണുന്നത്. ഇങ്ങനെ സ്ഥാനാർത്ഥി പിടിച്ചു വലിച്ചുകൊണ്ട് ഓടുകയാണ്. വാർഡ് കൗൺസിലറാണ്, ജനകീയനായ വാർഡ് കൗൺസിലറാണ്. CPM സിറ്റിംഗ് സീറ്റ് ജയിച്ച ആളാണ്. തൊട്ടടുത്ത തവണ ഒരു XMLA പരാജയപ്പെടുത്തി CPMന്റെ ഒരു കോട്ട പിടിച്ചെടുത്ത ആളാണ്. ഇത്തരത്തിലാണ് ഓരോ വീടുകളിലും എത്തി വോട്ടർമാരെ നേരിൽ കാണുക. വലിയ പ്രതീക്ഷ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലുള്ളത്. ഭൂരിപക്ഷം എത്രയെന്ന് കൃത്യമായി പറയുന്നെങ്കിൽ പോലും വലിയ ഭൂരിപക്ഷം ഉണ്ടാകും. പ്രേത് കോങ്ങാടിനൊപ്പം VV അരുൺ, ന്യൂസ് 18 പാലക്കാട്. പാലക്കാട് നഗരസഭാ പരിധിയിൽ നിന്നാണ് പരമാവധി വോട്ടിന്റെ ലീഡ് ഇത്തവണയും BJP പ്രതീക്ഷിക്കുന്നത്. 10,000 വോട്ടിന്റെ ലീഡ് നഗരസഭാ പരിധിയിൽ നിന്ന് കിട്ടുമെന്നാണ് BJP സ്ഥാനാർത്ഥി C കൃഷ്ണകുമാർ ന്യൂസ് 18നോട് പറഞ്ഞത്. മാത്തൂർ, കണ്ണാടി ഈ പഞ്ചായത്തുകളിൽ മുന്നിലെത്തുമെന്നും കൃഷ്ണകുമാർ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് ഈ മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ? പരമാവധി ആളുകൾ നേരിൽ കാണുകയാണോ? അതെ, പരമാവധി വോട്ടർമാരെ നേരിൽ കാണുക എന്നുള്ളതാണ്. ഇത് നേരത്തെ വന്ന സ്ഥലമാണല്ലേ? അല്ലല്ല, ഇത് ഞാൻ നേരത്തെ ഇവിടെ ഞാൻ ഈ പ്രദേശത്ത് 2000 നഗരസഭാ കൗൺസിലറായിട്ട് ആദ്യം ജയിച്ച പ്രദേശമാണ്. അതുകൊണ്ട് ഇവിടുത്തെ ആളുകളെ നേരിൽ കാണുക, വോട്ട് ചോദിക്കുക എന്നുള്ളത്. ഇന്നലത്തെ ഈ കുട്ടിക്കലാശത്തിന്റെയൊക്കെ ഒരു ആവേശം എങ്ങനെ ഉണ്ടായിരുന്നു? വലിയ ആവേശത്തിലാണ് ഞങ്ങളുടെ പ്രവർത്തകര്. ഞങ്ങൾ ആദ്യം തുടക്കം മുതൽ തന്നെ പറഞ്ഞല്ലോ, ആദ്യ ദിനം തൊട്ട് ഞങ്ങൾ വലിയ ആവേശത്തിലാണ്. ഓരോ ദിവസം കഴിയുന്നതോറും ഞങ്ങളുടെ ആവേശം വർദ്ധിക്കുകയാണ്, ഞങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കുകയാണ്. എങ്ങനെ ഇവിടുത്തെ ഒരു ലീഡ് വർദ്ധിപ്പിക്കാനാകുമെന്ന് തന്നെയാണോ? അതെ, ഞങ്ങൾ 10,000 കൂടുതൽ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ പാലക്കാട് മുനിസിപ്പാലിറ്റി ലീഡ് ചെയ്യും. അത് ഞങ്ങൾ 10,000 കൂടുതൽ വോട്ടിന്റെ ഭൂരിപക്ഷം ഞങ്ങൾക്ക് പാലക്കാട് നഗരസഭാ പരിധിയിലുണ്ടാവും. പഞ്ചായത്തുകളിൽ ഞങ്ങൾ 2 പഞ്ചായത്തുകളിൽ 1ാം സ്ഥാനം വരും. 2 പഞ്ചായത്തുകളിൽ മാത്തൂരും കണ്ണാടിയും ഞങ്ങൾ 1ാം സ്ഥാനം വരും. CPMന്റെ പഞ്ചായത്താണ്. CPMന്റെ ശക്തി കേന്ദ്രങ്ങളായിരുന്നല്ലോ ഇതെല്ലാം. അതല്ലേ തകർന്നടിഞ്ഞത്. പാലക്കാട് നഗരസഭയിൽ CPMന് 17 സീറ്റ് ഉണ്ടായിരുന്നു, 7 സീറ്റാണ്. ഇപ്പോഴും കോൺഗ്രസ് തന്നെയാണോ നമ്മുടെ തൊട്ട് പിന്നിൽ നിൽക്കുന്നത്? അങ്ങനെയാണോ? കോൺഗ്രസുമായിട്ട് 2ാം സ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള മത്സരം അവർ 2 മുന്നണിയും തമ്മിൽ 2ാം സ്ഥാനത്തിന് വേണ്ടിയുള്ള മത്സരത്തിലാണ്. 20,000 വോട്ടിന്റെ ഭൂരിപക്ഷം ആ ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇപ്പോഴും LDF സ്ഥാനാർത്ഥിയായ ഡോക്ടർ P സരിൻ. സ്വതന്ത്ര സ്ഥാനാർത്ഥി ആയതിനാൽ തന്നെ വോട്ടിംഗ് മെഷീന്റെ മാതൃകയുമായി വോട്ടർമാരുടെ അടുത്തെത്തി പരിചയപ്പെടുത്തുകയാണ് ഇപ്പോൾ സരിൻ ചെയ്യുന്നത്. ഈ അവസാന മണിക്കൂറിൽ വ്യത്യസ്തമായ ഒരു പ്രചരണ രീതിയുമായാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥി സരിൻ മുന്നോട്ട് പോകുന്നത്. ബാലറ്റ് ബോക്സിന്റെ മാതൃകയും അതുപോലെ തന്നെ ചിഹ്നവുമൊക്കെയായി വോട്ടർമാരിലേക്ക് വീണ്ടും എത്തുകയാണ് സരിൻ. ഒരു വ്യത്യസ്തമായ ഒരു പ്രചരണമാണല്ലോ ഇത്. മാതൃക EVM ആയിട്ടൊക്കെയാണ് ഇറങ്ങിയിരിക്കുന്നത്. അതായത് 9ാമത്തെ ചിഹ്നമാണ് നമ്മുടെ ചിഹ്നമെന്നും ചിഹ്നം നോക്കി സമയമെടുത്ത് 9ാമത്തെ പേരിനും ചിഹ്നത്തിനും നേരെ വോട്ട് ചെയ്താൽ മതിയെന്നും അവരോട് പറയണം. അവർക്കൊരു ആശങ്ക ഉണ്ടാവരുതല്ലോ. ആദ്യത്തെ പേരുകൾ ഇങ്ങനെ നോക്കുമ്പോൾ അയ്യോ കാണുന്നില്ലല്ലോ, അത് പാടില്ലല്ലോ. അപ്പൊ തെരഞ്ഞെടുക്കുക എന്നുള്ളതാണല്ലോ തെരഞ്ഞെടുപ്പിന്റെ അർത്ഥം. തിരയണം, 9 വരെ തിരയണം, 9ാമതാണ് നമ്മൾ ജയിക്കണം എന്നാണ് പറയുന്നത്. എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ ഒരു ആത്മവിശ്വാസം? എങ്ങനെയുണ്ട് ജനങ്ങൾ നമ്മുടെ പേരും ചിലർക്ക് നമ്മുടെ പേര് സരിൻ എന്ന് ഒരു പെട്ടെന്ന് പിടികിട്ടാത്ത ഒരു പേരായതുകൊണ്ട് അവര് പേര് വിളിക്കുക സരുണെ, സരിമോനെ എന്നൊക്കെയാ. പക്ഷെ അതൊക്കെ അവർക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് അർത്ഥം. ഡോക്ടർ എന്ന് പിന്നെ എല്ലാവർക്കും അറിയാം. പക്ഷെ നമ്മുടെ പേരിന്റെ കൂടെ ഡോ എന്നുണ്ടാവുള്ളൂ, ഡോക്ടർ മുഴുവൻ ഇല്ല. അപ്പൊ ഡോ സരിൻ ആയിരിക്കും എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ചിഹ്നം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവര് മനസ്സിലാക്കുന്നു. ഭൂരിപക്ഷ പ്രതീക്ഷയൊക്കെ എത്രയായി? ഞാൻ കൃത്യമായി പറഞ്ഞു, മറക്കണ്ട. ചിഹ്നത്തിന്റെ 9ാമത്തേത് അമർത്തിക്കൊള്ളും. ഇതുപോലെ 9 ആണ്, താഴെയാണ് ഉണ്ടാവുക. നമസ്കാരം. വരാ 20,000 മനുഷ്യരുടെ എങ്കിലും വോട്ടിന്റെ വ്യത്യാസത്തിൽ നമ്മൾ ജയിക്കും. ഓരോരുത്തരും ഓരോ വോട്ടാ ചെയ്യുന്ന, ഓരോ മനുഷ്യരും അറിഞ്ഞു ചെയ്യുന്ന വോട്ടാണിത്. അങ്ങനെ 70,000-ത്തിലധികം മനുഷ്യരുടെ വോട്ട് കിട്ടും. 20,000-ത്തിലധികം മനുഷ്യരുടെ വോട്ടിന് ജയിക്കും.
വലിയ ആത്മവിശ്വാസം തന്നെയാണ് സാറിനുള്ളത്. ചിഹ്നം ഇങ്ങനെ പരിചയപ്പെടുത്തി വോട്ടിംഗ് മെഷീൻ വോട്ട് ചെയ്യിച്ച് അത് പരിശീലിപ്പിച്ചാണ് ഒരു സ്ഥാനാർത്ഥി മുന്നോട്ട് പോകുന്നത്. വളരെ വ്യത്യസ്തമായ പ്രചരണ രീതി. അത്രത്തോളം ഇങ്ങനെ നമ്മൾ ദൃശ്യങ്ങൾ കാണാം. ഇങ്ങനെ ഒമ്പതാമത്തെ മെഷീന്റെ 9ാമത്തെ ഭാഗത്ത് വോട്ട് ചെയ്ത് ബീപ് ശബ്ദം കേൾക്കുന്നവർ വോട്ട് ചെയ്യണമെന്ന് പഠിപ്പിച്ച് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ ആദ്യം ഈ വോട്ടർമാരെ വോട്ടിംഗ് മെഷീനുമായി പരിചയപ്പെടുത്തുമ്പോൾ തന്നെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രചരണ രീതിയുമായാണ് സരിൻ മുന്നോട്ട് പോകുന്നത്. വലിയ ആത്മവിശ്വാസം, 20,000 വോട്ടിന്റെയെങ്കിലും ഭൂരിപക്ഷം കിട്ടുമെന്ന ആത്മവിശ്വാസവുമായാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയുടെ ഈ പ്രചരണം അവസാന മണിക്കൂറുകൾ പുരോഗമിക്കുന്നത്. പ്രജിത് കോങ്ങാടിനൊപ്പം വി അരുൺ, ന്യൂസ് 18 പാലക്കാട്. മറ്റു മണ്ഡലങ്ങളിലെ വോട്ടർ പട്ടികയിൽ പേരുള്ള ആളുകൾ പാലക്കാടും വോട്ട് ചേർത്തിട്ടുണ്ട്. ഈ ഒരു ആരോപണം CPM ഇപ്പോഴും കടുപ്പിക്കുകയാണ്. എന്നാൽ ഇരട്ട വോട്ട് ചെയ്യാൻ സാധ്യതയുള്ളവരുടെ പട്ടിക തയ്യാറാക്കിയിട്ടുണ്ടെന്നാണ് മുഖ്യ വരണാധികാരിയായ ജില്ലാ കളക്ടർ ഡോക്ടർ S. ചിത്ര ന്യൂസ് 18നോട് പറഞ്ഞത്. ആരെങ്കിലും അത്തരത്തിൽ നിയമപരമല്ലാതെ വോട്ട് ചെയ്താൽ അവർക്കെതിരെ നിയമ നടപടി ഉണ്ടാകുമെന്നും കളക്ടർ പറയുകയാണ്. സ്വാഭാവികമായ കാരണങ്ങളാൽ താമസം മാറി വന്ന വോട്ടർമാർക്കെതിരെ നടപടി ഉണ്ടാകില്ലെന്നും ജില്ലാ കളക്ടർ വ്യക്തമാക്കിയിട്ടുണ്ട്. പാലക്കാട് തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിലെ മുഖ്യ വരണാധികാരി പാലക്കാട് ജില്ലാ കളക്ടർ ഡോക്ടർ S. ചിത്ര IAS എനിക്കൊപ്പം ചേരുകയാണ്. എങ്ങനെയാണ് ഇതൊരു വലിയ പ്രചാരണമൊക്കെ നടന്ന് കഴിഞ്ഞൊരു തെരഞ്ഞെടുപ്പാണ്, എത്രത്തോളം ഒരുക്കങ്ങൾ പൂർത്തിയായി നാളത്തേക്കുള്ള ഒരുക്കങ്ങളെല്ലാം? തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം സുതാര്യമായിട്ട് നന്നായിട്ട് ഇലക്ഷൻ നടത്തുന്നതിനുള്ള എല്ലാ ഒരുക്കങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ വിക്ടോറിയ കോളേജിൽ പോളിംഗ് മെഷീനുകളുടെ വിതരണം നടക്കുകയാണ്. പോളിംഗ് മെഷീനുകളുടെ വിതരണം കഴിഞ്ഞാൽ അവരെ പ്രത്യേക വാഹനങ്ങളിൽ അതായത് പോളിംഗ് സ്റ്റേഷനുകളിൽ എത്തിക്കും. പോളിംഗും കൃത്യമായിട്ട് തന്നെ നടപ്പാക്കുന്നതിനുള്ള എല്ലാ പ്രിക്കോഷൻസും നമ്മൾ എടുത്തിട്ടുണ്ട്. ഇവിടെ ഈ ഇരട്ട വോട്ടുകൾ സംബന്ധിച്ച ആരോപണങ്ങളാണ്. അതെങ്ങനെയാണ് അതിനെ തടയുക, എങ്ങനെയാണ് അതിനുള്ള ക്രമീകരണങ്ങൾ? ഇരട്ട വോട്ട് സംബന്ധിച്ച് പരാതി കിട്ടിയപ്പോൾ തന്നെ ഓരോ ബൂത്ത് തലത്തിലും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുമായിട്ട് ഉദ്യോഗസ്ഥർ പ്രത്യേക മീറ്റിംഗുകൾ നടത്തിയിരുന്നു. അതിനുശേഷം ഓഫീസ് തലത്തിൽ പ്രത്യേകിച്ച് മലമ്പുഴ പോലെയുള്ള മറ്റു മണ്ഡലങ്ങളുമായിട്ട് ബോർഡർ ഷെയർ ചെയ്യുന്ന പോളിംഗ് ബൂത്തുകളിലെ വോട്ടേഴ്സ് ലിസ്റ്റ് പ്രത്യേകമായിട്ട് നമ്മൾ പരിശോധിച്ചു. ഏതെങ്കിലും തരത്തിൽ വ്യാജ വോട്ട് ആരോപണം വന്നേക്കാവുന്ന ആളുകളുടെ വിവരങ്ങൾ നമ്മൾ ഒരു പ്രത്യേക ലിസ്റ്റ് ആക്കിയിട്ടുണ്ട്. അത് പ്രിസൈഡിംഗ് ഓഫീസർമാർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവര് വോട്ട് ചെയ്യാൻ എത്തിയാൽ ഇപ്പൊ ആരോപണം വന്നിരിക്കുന്നത് ഒരു ബൂത്തിൽ നിന്ന് സ്വാഭാവികമായിട്ടുള്ള കാരണങ്ങളാൽ മറ്റു ബൂത്തുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതിന് പകരം അവർക്ക് മറ്റൊരു മണ്ഡലത്തിൽ വോട്ടുണ്ട് എന്നുള്ളത് മറച്ചുവെച്ച് പുതിയതായിട്ട് ഫോം 8 കൊടുക്കേണ്ടതിന് പകരം ഫോം 6 കൊടുത്ത് അട്ടിമറിക്ക് ശ്രമിക്കുന്നു എന്നുള്ള ആരോപണമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം നമ്മൾ പ്രത്യേകം ലിസ്റ്റ് ആക്കിയിട്ടുണ്ട്. അവർ വോട്ട് ചെയ്യാൻ എത്തിയാൽ പ്രത്യേക നടപടിക്രമങ്ങൾ പാലിച്ച് മാത്രമായിരിക്കും അവരെ വോട്ട് ചെയ്യിക്കുക. അത് അവർക്കെതിരെയുള്ള എവിഡൻസ് ആണ്. പിന്നീട് ഇങ്ങനെയുള്ള ഓരോ കേസിലും നമ്മൾ ഉദ്യോഗസ്ഥർക്കെതിരെയും വോട്ട് ചെയ്തവർക്കെതിരെയും കൃത്യമായിട്ട് അന്വേഷണം നടത്തും. അത് തെളിഞ്ഞാൽ അവർക്ക് 1 വർഷം തടവും പിഴയും അടങ്ങുന്ന ശിക്ഷ ഉണ്ടാകും. എത്ര പേരുടെ ഒരു പട്ടികയുണ്ട് മേഡം? നമ്മൾ എല്ലാ പോളിംഗ് സ്റ്റേഷനിലും നേരത്തെ പറഞ്ഞ പോലെ പരിശോധന നടത്തി. അങ്ങനെ അലാമിംഗ് നമ്പേഴ്സ് ഒന്നുമില്ല. വളരെ കുറച്ച് നമ്പറുകൾ ആരോപണം വന്ന കേസുകൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അത് കൃത്യമായിട്ട് പ്രിസൈഡിംഗ് ഓഫീസർമാർക്ക് കൊടുത്തിട്ടുണ്ട്. ഓരോ ബൂത്തിലെയും ബൂത്ത് ലെവൽ ഏജന്റുമാർക്ക് ആ ലിസ്റ്റ് പരിശോധിക്കും. ഇവര് വോട്ട് ചെയ്യാൻ അനുവദിക്കും എന്നുള്ളതാണോ അതോ അതെങ്ങനെയാണ്? ഞാൻ പറഞ്ഞല്ലോ, അനധികൃതമായിട്ട് വോട്ട് ചെയ്യാൻ ശ്രമിച്ചാൽ വോട്ട് ചെയ്യിക്കും. പക്ഷെ വോട്ട് ചെയ്യാൻ ശ്രമിച്ചാൽ അത് അവർക്കെതിരെയുള്ള തെളിവാണ്. അതിന് നമ്മൾ അന്വേഷിച്ച് നടപടിയെടുക്കും. മോക്ക് പോളിംഗ് ഒക്കെ കുറച്ച് നേരത്തെ നടത്തുകയാണോ? സാധാരണ അതിനുള്ള അതായത് സാധാരണ 5:30 നടത്തി അതിന് 7 മണിക്കുള്ളിൽ ബാക്കി എന്തെങ്കിലും മെഷീന് കുഴപ്പമുണ്ടെങ്കിൽ പെട്ടെന്ന് പരിഹരിക്കാനുള്ള ക്രമീകരണമായിരിക്കും അല്ലേ? നമ്മൾ സാധാരണ ചെയ്യുന്ന എല്ലാ ഇലക്ഷനിലും ചെയ്തു വരുന്ന അതേ നടപടിക്രമം തന്നെയാണ് ഇത്തവണയും. എന്തായാലും അത് തന്നെയാണ്, ഇരട്ട വോട്ടുകൾ ഉണ്ടെങ്കിൽ അത് അവർക്കെതിരെ ശക്തമായ അത്തരം പട്ടികകളുണ്ട്, ചെറിയ പട്ടികയുള്ളത്, അവർക്കെതിരെ ശക്തമായ നിയമ നടപടി അടക്കം ഉണ്ടാകും എന്നാണ് ജില്ലാ കളക്ടർ മുഖ്യ വരണാധികാരി വ്യക്തമാക്കുന്നത്. പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം G. ശ്രീജിത്ത്, ന്യൂസ് 18 പാലക്കാട്. സമസ്തയിലെ ലീഗ് വിരുദ്ധർക്കെതിരെയുള്ള ആരോപണം KM ഷാജി തുടരുകയാണ്. സമസ്തയെയല്ല, ചില നാവ് കൂടിയ ഇനത്തെയാണ് എതിർക്കുന്നതെന്നാണ് KM ഷാജി ഇന്ന് പറഞ്ഞത്. അവരുടെ ആശങ്കയ്ക്ക് ഒരു പിണറായി പക്ഷവുമുണ്ട്. കഴിഞ്ഞ ദിവസം സുപ്രഭാതത്തിൽ വന്ന മുനമ്പം ലേഖനം വർഗീയ ചേരിതിരിവ് ഉണ്ടാക്കാനാണ് സഹായിക്കുകയെന്നും KM ഷാജി വിമർശിക്കുന്നു. അല്ല, ഈ ആശങ്കക്ക് ഒരു പിണറായി പക്ഷമുണ്ട്. അത് ഏതെന്ന് ഇപ്പം പുതുതായിട്ട് നിങ്ങൾ ഈ പറഞ്ഞ സംഘത്തിൽ നിന്ന് വരുന്നതിനും ഈ ഒരു പിണറായി പക്ഷമുണ്ട്, പിണറായി സ്നേഹപ്രകടനമുണ്ട്. ഇപ്പോൾ അതിൽ ചില ആളുകളുടെ ഇപ്പോൾ വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ ലേഖനം എഴുതിയിട്ടുള്ള ആളുകളുടെ ഈ അന്ന് പ്രസംഗിച്ച ആളുകളുടെ ഒക്കെ ഫോൺ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ എളമരം കരീമും മോഹനനുമായിട്ട് ഒരു ദിവസം എത്ര സംസാരിക്കുന്നു എന്നല്ല, അത് ഫിഖിന്റെ മസാല അറിയണമെന്നല്ലല്ലോ വിളിക്കുന്നത്, ഈ രാഷ്ട്രീയ ബന്ധമാണ്. അപ്പോൾ അത് എവിടുന്ന് വന്നാലും അത് ഏത് കൂട്ടുനിന്ന് വന്നാലും ഞങ്ങൾക്ക് ഇതിനകത്തൊരു സമീപനം മാത്രമേ ഉള്ളൂ. അത് വളരെ പ്രകടമാണ്, അത് വളരെ വിസിബിളുമാണ്. അല്ല, സമസ്തക്കാരെന്നുള്ള നിലക്കല്ലേ, സമസ്തക്കാരെന്ന് പറയാനേ പാടില്ല. സമസ്തയെ ഇതിൽ കക്ഷിയല്ല, ചില ആളുകളാണ്, അവരുടെ അഭിപ്രായ പ്രകടനങ്ങളാണ്.
അല്ലാതെ സമസ്ത എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ അത് വളരെ സമസ്ത എന്ന് പറയുന്ന ഒരു മഹാപ്രസ്ഥാനമായിട്ടുള്ള തർക്കമേ അല്ല ഇത്. അങ്ങനെ ആക്കിക്കൊണ്ടുവരാൻ നിങ്ങൾ എന്നോട് എത്ര ചോദ്യം ചോദിച്ചാലോ നിങ്ങളങ്ങനെ വിചാരിച്ചോ നടക്കുന്ന കാര്യമല്ല. പക്ഷേ ചില ആളുകൾ ഇങ്ങോട്ട് ബഹുമാനിച്ചാൽ തിരിച്ചങ്ങോട്ട് ബഹുമാനിക്കും, ഇങ്ങോട്ട് വർത്താനം പറഞ്ഞാൽ അതിൻ്റെ 10 ഇരട്ടി അങ്ങോട്ട് വർത്താനം പറയും. അത് അത്രയേ ഉള്ളൂ. ആ വർത്താനം കൊണ്ട് അത് തീരും. അതിന് മറുപടി നാളെ വരുമ്പോൾ അപ്പം പറയും.